നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ കേസിൽ നിർണായക നീക്കം. കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തും. പോറ്റിക്കൊപ്പമുള്ള ഡൽഹി യാത്രാ വിവരവും ശേഖരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്നീ 3 പ്രതികളെ SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പുതുവർഷത്തെ വരവേൽക്കാൻ നാടും നഗരവും. സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് കൊച്ചിൻ കാർണിവലിന്റെ പ്രധാന വേദിയാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. വൈകിട്ട് 4 മുതൽ പോലീസിന്റെ സംസ്ഥാന വ്യാപക പരിശോധന. ബാറുകളുടെ പ്രവർത്തനം 12 മണിവരെ നീട്ടി. കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ച ചിത്രത്തെ ചൊല്ലി വിവാദം. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുവെന്ന ആരോപണം. ചിത്രത്തിൽ ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതൊന്നും ഇല്ലെന്ന് ചിത്രകാരൻ ടോം വട്ടക്കുഴി. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ന് പുനഃപരിശോധിക്കും. കോഴികൾക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയെങ്കിലും പ്രദേശത്ത് മുൻകരുതൽ നിർദ്ദേശം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ജില്ലയിലെ 7 പഞ്ചായത്തുകളിൽ. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം ഇന്ന്. ചടങ്ങുകൾ വൈകിട്ട് മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് ബന്ധുക്കളും സിനിമാ ലോകവും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ 3 പ്രതികളെയും ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്നീ 3 പ്രതികളെയാണ് SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ SIT തേടിയേക്കുമെന്നതാണ് വിവരം. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആദ്യമായി വന്ന് കണ്ടത് എന്നുള്ളതാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കോ ഓഫീസിനോ കത്ത് നൽകിയിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. കഴിഞ്ഞ ദിവസം കടകംപള്ളിയെയും മുൻ അധ്യക്ഷൻ PS പ്രശാന്തിനെയും SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെയും SIT കസ്റ്റഡിയിൽ വിട്ടു. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ഒറ്റ ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇവരെ വിട്ടിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. മലയാളം ന്യൂസ്, തിരുവനന്തപുരം, കൊല്ലം. വിവരങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളാണ് SIT നടത്തുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോഴിതാ UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലാവുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള മൂവുകളിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കടകംപള്ളിയും ഒപ്പം PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഈ പോറ്റിയുമായി ബന്ധമുള്ളവരുടെ പട്ടിക അടക്കം SIT തയ്യാറാക്കിയതിന്
പിന്നാലെയാണ് ഈ നടപടി എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയെ അടക്കം കാണാൻ പോയ സമയത്ത് അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടകംപള്ളിയുടെയും ഒപ്പം പി എസ് പ്രശാന്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ പോലും സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടൽ ഈ സ്വർണ്ണപ്പാളികൾ വേർതിരിച്ചെടുക്കുന്നതും അതോടൊപ്പം തന്നെ ദ്വാരപാലിക ശില്പങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ക്രമക്കേടുകളിലൊക്കെ തന്നെയും SIT സംഘത്തിന് ചില ഈ ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ അഴിമതിയുടെ അടക്കമുള്ള ഘട്ടങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് SIT സംഘം അനുമാനിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും ഇത്തരത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള ആ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷെ അത് എന്ന് എവിടെ വെച്ച് എപ്പോഴായിരിക്കും എന്നുള്ളത് SIT സംഘം തീരുമാനിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രങ്ങളടക്കം രാഷ്ട്രീയ ആയുധമാക്കി CPM രംഗത്തെത്തിയിരുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ 2 വട്ടം സന്ദർശനം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ഒരു തവണ അടൂർ പ്രകാശും മറ്റൊരു തവണ ആന്റോ ആന്റണി പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണിയുമാണ് ഒപ്പമുണ്ടായിരുന്നത്. തന്റെ മണ്ഡലത്തിലെ വോട്ടറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ തന്നെയും ഒപ്പം കൂട്ടുകയായിരുന്നു എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ വിശദീകരണം. പക്ഷേ ഈ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ പ്രയാസമുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര വേഗത്തിൽ എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളത് കൂടി ഇതിൽ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരുന്നത് കൂടിയാണ്. SITയുടെ ചോദ്യമുനയിലേക്ക് അടൂർ പ്രകാശ് കൂടി എത്തുമ്പോൾ ഇതിന്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഏതായാലും SIT സംഘത്തിന്റെ അടുത്ത മൂവുകൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ വൈകാതെ തന്നെ അറിയാനും കഴിയും. ഈ മാസം 5-ന് കോടതിയിൽ കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ടടക്കം നൽകേണ്ടതായിട്ട് കൂടിയുണ്ട്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിന്റെ ഈ അവസാന ഘട്ടത്തിലേക്ക് അന്തിമ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഉച്ച സമയത്ത് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അഭിജിത്ത്, അതേസമയം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണോ? അഭിജിത്ത്, കേൾക്കാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ SIT സംഘം തേടിയേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആദ്യമായി വന്ന് കണ്ടത് എന്നുള്ളതാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നത്. അത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവിക്കുകയും ചെയ്തത്. സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കോ ഓഫീസിനോ കത്ത് നൽകിയിട്ടില്ല എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള മൊഴിയാണ് കടകംപള്ളി സുരേന്ദ്രൻ SIT സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൊഴി കൂടി കടകംപള്ളി സുരേന്ദ്രൻ SIT സംഘത്തിന് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരുന്ന ഒരു ഘട്ടം നിലവിലുണ്ട്. അതിനിടെ തന്നെ ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഓരോ ദിവസങ്ങളിലായി ഇങ്ങനെ SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ കോടതി വിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന്നും ഇപ്പോൾ തുടർന്നിട്ടുണ്ട്. കാരണം പരമാവധി തെളിവ് ശേഖരണവും ഒപ്പം തന്നെ ഈ മൊഴികളിലെ ഈ അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അതുകൂടി നീക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനകത്ത് SIT സംഘം ചില നീക്കങ്ങൾ കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ ഗോവർദ്ധനൻ, ഈ ബെല്ലാരിയിലെ വ്യാപാരി, കർണാടക ബെല്ലാരിയിലെ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനൻ ഒപ്പം പങ്കജ് ഭണ്ഡാരി എന്നിവരെയും SIT സംഘം കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കോടതി SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് SIT നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിലവിൽ വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതലായി ദിവസം ആവശ്യപ്പെടുമോ അന്വേഷണ സംഘം എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ട് കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടിയാണ് വന്നിരിക്കുകയും ചെയ്യുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ വേർതിരിച്ചെടുക്കുന്നതിൽ നിന്നടക്കം സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിൽ നിന്നടക്കം വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് SIT സംഘം അനുമാനിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ദ്വാരപാലക ശില്പപീഠങ്ങളിൽ നിന്നടക്കം സ്വർണം
ഇത്തരത്തിൽ ചെമ്പാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അഴിമതിയും ക്രമക്കേടുകളും ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SIT സംഘം അനുമാനിക്കുകയും ചെയ്യുന്നത്. SITക്ക് നേരിട്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ അടക്കം ഇടപെടലുള്ള സാഹചര്യത്തിലാണ് അവർ ഈ ശരി അഭിജിത്ത് തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം ശ്രീ ഹസ്കർ. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക ചോദ്യം ചെയ്യലുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, നേരത്തെ ഇടതുപക്ഷ നേതാക്കന്മാരായിട്ടുള്ള വിശേഷ CPM പത്മകുമാറിനെയും വാസു സാറിനെയും വിജയകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ വലിയ തോതിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നതാണ് UDFും കോൺഗ്രസും. ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ കൺവീനർ കൂടി ചോദ്യം ചെയ്യുന്നതിലേക്ക് SIT നീങ്ങുന്നു എന്നത് ഏറ്റവും SIT സത്യസന്ധവും നീതിയുക്തവുമായ അന്വേഷണം നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ അടൂർ പ്രകാശുമായിട്ട് പോറ്റിക്കുള്ള ബന്ധത്തെ സംബന്ധിച്ച് SIT അന്വേഷിക്കണം. അത് അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അതുമാത്രമല്ല, UDFന്റെ നേതാക്കന്മാരെ അത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ വലിയ തോതിൽ UDF പ്രതിരോധത്തിലാകും എന്നുള്ളത് തന്നെയാണ് വസ്തുത. SIT വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഇപ്പോൾ ദില്ലിയിൽ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അടൂർ പ്രകാശും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഇതിന് പിന്നിൽ ഇനിയും അല്ലെങ്കിൽ ഈ ഒരു UDFന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണോ നിങ്ങളും നിൽക്കുന്നത്? അങ്ങനെയല്ല, ശ്രീമതി സോണിയാഗാന്ധിയെ കാണുന്നതിന് അനുമതി ലഭിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാവുമ്പോൾ UDF നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിലാണ് അവരെ കണ്ടത് എന്നുള്ളതാണ് ഒരു വസ്തുത. ആ കണ്ടതിന്റെ തുടർന്ന് കൃത്യമായി ഇക്കാര്യത്തിന്മേൽ ഒരു തീരുമാനം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയപരമായിട്ടുള്ള കാര്യം. തീർച്ചയായും ഇതിപ്പോൾ കേസ് മുന്നോട്ട് നീങ്ങുമ്പോൾ തുടക്കം മുതൽ തന്നെ ഇതിന് പിന്നിൽ വലിയൊരു സംഘം അല്ലെങ്കിൽ സർക്കാരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അത് നീളുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വിജയകുമാറിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ സഖാവാണ് പറഞ്ഞത് അല്ലെങ്കിൽ സഖാവ് പറഞ്ഞു ഞാൻ ചെയ്തു എന്നുള്ള തരത്തിലുള്ള മൊഴികളൊക്കെ വന്നിരുന്നു. ഇതിന് പിന്നിൽ സർക്കാരിലേക്ക് തന്നെയാണ് ഈ ഒരു കേസ് വിരൽ ചൂണ്ടുന്നത്. അതെ, നിശ്ചയമായും സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥ ഉണ്ടെങ്കിൽ അതും SIT കണ്ടുപിടിക്കട്ടെ. SITയുടെ അന്വേഷണം സത്യസന്ധവും സുതാര്യവുമാണെന്നാണല്ലോ നമുക്ക് ബോധ്യപ്പെടുന്നത്. അത്തരത്തിലേക്ക് അത് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെയാണ് നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. തുടക്കത്തിലൊക്കെ വലിയ രീതിയിൽ തന്നെ SIT സംഘം വലിയ ആവേശത്തിൽ തന്നെ കേസുകളൊക്കെ തുടങ്ങി അല്ലെങ്കിൽ അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പോഴൊരു മെല്ലെ പോക്ക് അത് കേസിൽ കാണാനായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ജനുവരി 5 വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുള്ള സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വളരെ ചടുലമായ നീക്കങ്ങളാണ് SIT നടത്തുന്നത്. ലഭിച്ച എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നിഗമനമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നന്ദി ശ്രീ BN ഹസ്കർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഈ ഒരു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് SIT പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ശ്രീ വസന്ത് സിറിയക് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ വസന്ത് സിറിയക്. ഇപ്പോൾ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് പറയാം. നിർണായക നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് SIT നടത്തുന്നത്. ഇപ്പോഴിതാ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചിരിക്കുന്നു. അതൊരു യാത്രയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഒരു ബന്ധം അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, അതിലെന്താ തെറ്റ്? ഒരു പ്രശ്നമില്ല, ചോദ്യം ചെയ്യട്ടെ. അടൂർ പ്രകാശിനെ മാത്രമല്ല ഓഫീസിലുള്ള എല്ലാവരും ചോദ്യം ചെയ്യട്ടെ. അവിടെ താഴെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ചേട്ടനുണ്ട്, പുള്ളിയും ചോദ്യം ചെയ്യട്ടെ. നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആരെ വേണേലും ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങളാരും ഭയപ്പെടുന്നില്ല. ഞങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം
CPM-മായി ബന്ധപ്പെട്ട് ഞാനടക്കം പങ്കെടുത്ത ചർച്ചകളിലെല്ലാം പങ്കെടുത്ത CPM പ്രതിനിധികൾ പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഇത് മറിയുമ്പോൾ ഇത് കോൺഗ്രസിലേക്ക് വരും, നിങ്ങൾ കാത്തിരുന്നോ അപ്പൊ നിങ്ങൾക്ക് പാട്ട് മാറ്റി പാടേണ്ടി വരുമെന്നാണ്. അപ്പോ ഇവർക്ക് എങ്ങനെ ഇതറിയാമായിരുന്നു? SIT-യുടെ അടുത്ത മൂവ് ഇതാണ് എന്ന് CPM പ്രതിനിധികൾ എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യമല്ലേ. CPM വക്താക്കൾ ഞങ്ങളടങ്ങുന്ന ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇതാ വരാൻ പോകുന്നു, നിങ്ങളുടെ നേരെയാണിത്, പോറ്റിയെ കയറ്റിയത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പാടേണ്ടി വരും എന്ന് CPM വക്താക്കൾ ഞങ്ങളെ നോക്കി വെല്ലുവിളിച്ചത്, ഞങ്ങളടങ്ങുന്ന കോൺഗ്രസ് വക്താക്കളെ നോക്കി വെല്ലുവിളിച്ചത് എന്തുറപ്പിന്റെ പുറത്താണ്? അപ്പൊ SIT-യിൽ നിന്ന് ഈ വിവരം വെളിയിലേക്ക് ചോർന്നിട്ടുണ്ടോ? കേരളത്തിന്റെ ഹൈക്കോടതി മുമ്പോട്ട് വെച്ച ഒരു ആശങ്കയുണ്ട്. SIT ശരിയായ അർത്ഥത്തിലല്ല മുമ്പോട്ട് പോകുന്നത്, വലിയ ബിഗ് ഗൺസിലേക്ക്, വലിയ തോക്കുകളിലേക്ക് അന്വേഷണം നീളാത്തത് എന്തിന്റെ പുറത്താണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ആ ചോദ്യം പ്രസക്തമാണ് എന്ന് ഇന്ന് വെളിവാക്കപ്പെടുകയാണ്. അതായത് അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി, അല്ലെങ്കിൽ അന്വേഷണത്തിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, പൊളിറ്റിക്കലി ഒരു ബാലൻസിങ് നടത്താൻ വേണ്ടി SIT സംസ്ഥാന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടുണ്ടോ? രണ്ട്, കോടതിയിൽ SIT-യെ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തന്നെ 2019 തൊട്ടുള്ള അന്വേഷണം പോരാ, 90-കൾ തൊട്ടുള്ള അന്വേഷണം, 99 തൊട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു. അപ്പൊ അന്ന് തന്നെ കോടതി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, സ്വർണം പോയത് 2019-ലാണ്, 2019 തൊട്ടുള്ള അന്വേഷണം ആവശ്യമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് അന്വേഷണം നടത്തേണ്ടതിന് പകരം ആ അന്വേഷണം വീണ്ടും ലാഗ് ചെയ്യിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം എന്തിന്റെ ഭാഗമായിട്ടാണ്, ഏത് അജണ്ടയുടെ ഭാഗമായിട്ടാണ്, എന്ത് ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അപ്പൊ അന്വേഷണം കോടതി പറഞ്ഞ ടൈം ലൈനിന് പുറകിലേക്ക് പോവുകയാണ്. സോണിയാഗാന്ധിയുടെ കൂടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിക്ക് ചിത്രമുണ്ടെങ്കിൽ അന്നത്തെ ദിവസം AICC ഓഫീസിലുള്ള എല്ലാവരും ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ട തരത്തില്ലേ. ചെയ്തിട്ട് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ് നടത്താൻ ശ്രമിച്ചുകൊണ്ട് ഇതിന്റെ അന്താരാഷ്ട്ര മാനമുണ്ട്. ഡി മണി അടക്കമുള്ളവർ ഇതിന്റെ അകത്ത് ഇന്നലെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു അന്താരാഷ്ട്ര മാനത്തിൽ നിന്ന് ഇതിനെ കേവലം ഒരു പൊളിറ്റിക്കൽ വെണ്ടറ്റയുടെ ഭാഗമായി മാറ്റാനുള്ള ശ്രമം അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന്റെ അകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമോ, കോൺഗ്രസ് KPCC അധ്യക്ഷനെയോ പ്രതിപക്ഷ നേതാവിനെയോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെയോ ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യുന്നതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ആ ചോദ്യം ചെയ്യുന്നതിന്റെ മറവിൽ ഇവരിലേക്ക് എത്താനുള്ള സാധ്യത, ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് പിൻ ആയിട്ടുള്ളവരിലേക്ക് ഈ അന്വേഷണം എത്താനുള്ള സാധ്യതയെ തള്ളിക്കളയാനുള്ള ശ്രമം അത് നടത്തിയാൽ നമ്മൾ അംഗീകരിക്കില്ല. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു നിർണായക നീക്കം അത് SIT-യുടെ ഭാഗത്തു നിന്നും പെട്ടെന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യ രീതിയിൽ നമ്മൾ കണ്ടതാണ് അന്വേഷണമൊക്കെ ഈ ചെറിയ രീതിയിൽ ആണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജനുവരി 5-ന് ഈ ഒരു അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം അടുക്കും തോറും ഈ ഒരു SIT സംഘത്തിൻ്റെ ഈ ഒരു അന്വേഷണം ഇപ്പോൾ വേഗത്തിലാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ കാണുകയാണ്. കണ്ണിൽ കാണുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഇത് മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനാകുന്നതും. അതേസമയം തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഒരു SIT സംഘം ചോദ്യം ചെയ്യാൻ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ CPM അറിഞ്ഞു എന്നുള്ള ഒരു കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. അതിപ്പോൾ ഈ ഒരു അന്വേഷണ സംഘവുമായി സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രഹസ്യ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ വേണം സംശയിക്കാൻ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നും, വെറുതെ CBI ഏറ്റെടുത്താൽ പോരാ, കാര്യം CBI ഏറ്റെടുത്ത CBI നിയന്ത്രിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇവരുമായി സെറ്റിൽ ചെയ്യപ്പെടാൻ ഉള്ള സാധ്യത കൊണ്ട് വെറുതെ CBI ഏറ്റെടുത്താൽ പോരാ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണമാണ് ഇതിന് ആവശ്യമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ? ഞങ്ങളത് പറയാൻ കാര്യം ഇത് കേവലം ഏതെങ്കിലും പോറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണമല്ല. ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. അത് അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല. അതന്ന് അവർ അംഗീകരിച്ചില്ല. ഇപ്പൊ അത് ശരിയാണ് എന്ന് വന്നു. 2, ഇത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞതാണ്. അന്ന് അവർ അംഗീകരിച്ചില്ല. ഇപ്പൊ ഡി മണി അന്വേഷണം വിധേയമായി ഡി മണിയിലേക്ക് എത്തുമ്പോൾ അതും ശരിയാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. 3, ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ആളാണ് SIT. കാര്യം ശരിക്കും ഈ പറയുന്ന ഇവരാണ് ഇതിനെ ഹാൻഡ് പിക്ക് ചെയ്തതെങ്കിലും, ഹൈക്കോടതിയാണ് ഹാൻഡ് പിക്ക് ചെയ്തതെങ്കിലും അതിനെ ഹാൻഡ് കഫ് ചെയ്യാൻ ഉള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട്. കാര്യം സംസ്ഥാനം ഇപ്പൊ നാളെ ഈ അന്വേഷണം എല്ലാം കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥർ ചെല്ലേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ അടുത്തേക്കാണല്ലോ.
അവർക്ക് പ്രൊമോഷൻ അടക്കമുള്ള ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അവരെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണം ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ അത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിക്കുന്ന ഇന്നും ഇന്നലെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ കുറെ കാലങ്ങളായി ഈ സംശയം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് വന്നപ്പോഴോ അല്ല ഞങ്ങൾക്ക് ഈ സംശയമുള്ളത്. സംസ്ഥാന സർക്കാരിനാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ SIT എന്ന സംശയം ഞങ്ങൾ വളരെ മുമ്പേ ഉന്നയിച്ചതാണ്. അത് ശരിയാണ് ഇപ്പോൾ വെളിവാക്കപ്പെടുകയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വസന്ത് സിരേക്ക് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന് തന്നെ പറയാം. കേസിൽ ഇപ്പോൾ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതും. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ദില്ലി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംഘം ശേഖരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NP ചെക്കുട്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ NP ചെക്കുട്ടി. ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കൊള്ള അത് വലിയ രീതിയിൽ തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ തന്നെ ഈ ഒരു കേസിൽ തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നെങ്കിലും അതിലേക്കൊക്കെയാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പോഴിതാ ഈ ഒരു നിർണായക നീക്കം അത് SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. UDF കൺവീനറിനെ ചോദ്യം ചെയ്യാൻ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് SIT. അതേസമയം തന്നെ ഈ ഒരു ഇടയ്ക്ക് ഒരുപാട് പേരെ ചോദ്യം ചെയ്തതായി നമ്മൾ കണ്ടു. ഡി മണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റുള്ള രണ്ടുപേരെയും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ വിരൽ ചൂണ്ടുന്നത് പിന്നിൽ സർക്കാരിന്റെ പങ്ക് അതുണ്ടോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ല, ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം യഥാർത്ഥത്തിൽ കാണിക്കുന്ന ഒരു സംഗതി, ഈ കേസന്വേഷണം പൂർണ്ണമായിട്ടും കക്ഷി രാഷ്ട്രീയപരമായിട്ട് നടത്താനുള്ള നീക്കമാണ് ഇപ്പൊ കേരള സർക്കാർ നടത്തുന്നത് നമുക്ക് ബോധ്യമാവുന്നത്. കാരണം ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കോടതിയുടെ കീഴിലാണ്, കോടതിയാണ് മോണിറ്റർ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. അതിന്റെ തെളിവെന്താണ്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ചോദ്യം ചെയ്യേണ്ട ആളായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ഈ കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷെ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീട്ടിവെക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ഈ രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു. അപ്പൊ അതേമാതിരിയാണ് ഇപ്പൊ അടൂർ പ്രകാശ് UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ നീക്കം. എന്ത് തരത്തിലുള്ള ഒരു ആരോപണമാണ്? അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ദേവസ്വമായിട്ട് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അദ്ദേഹം 12 വർഷം മുമ്പ് UPA ഭരണകാലത്ത് സോണിയാഗാന്ധിയെ സന്ദർശിച്ച പോറ്റിയുടെ കൂടെ ഫോട്ടോ നിൽക്കാൻ പറഞ്ഞ് ഫോട്ടോ നിന്നിട്ടുണ്ട്, ആന്റുമായിട്ട് നിന്നിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഒരു കണക്ഷനായിട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ പോറ്റിയെ കുറിച്ച് ഒരു ആരോപണവും ഇല്ല. പോറ്റി ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടില്ല. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം യഥാർത്ഥത്തിൽ അന്വേഷണമല്ല, ഒരു അന്വേഷണ പ്രവർത്തനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അത് കൂടുതൽ തെളിയിക്കുന്ന ഒരു കാര്യം CBIയുടെ അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ടതായിട്ട് വരും. കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇനി യഥാർത്ഥത്തിൽ പോലീസ് ഈ അന്വേഷണം എവിടെ എത്തില്ല. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു SIT സംഘത്തിന്റെ അന്വേഷണം അതിൽ സർക്കാരിന്റെ ഒരു രഹസ്യ ഇടപാടുകൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം അത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അല്ല, കോൺഗ്രസ് ആരോപിച്ചല്ല, നമ്മൾ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ആരോപണത്തെക്കാൾ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആളുകളിലേക്ക് അന്വേഷണം ഈ പരത്തിവിടുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഈ കൈറ്റ് ഫ്ലൈങ് എന്ന് പറയുന്നൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കൈറ്റ് ഫ്ലൈങ് എല്ലാം ഇങ്ങനെ പരത്തിവിടുക എന്നുള്ളത് ആ തരത്തിലുള്ള അന്വേഷണമല്ല. ഈ കേസിൽ കള്ളന്മാരെ പിടിക്കലല്ല, മറിച്ച് ഈ കേസിനെ കക്ഷി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പൊ സർക്കാർ നടത്തുന്നത്. അതിന് ഇതുവരെ SIT ഒരു വിധേയമായതായിട്ട് നമ്മൾ ബോധ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഈ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ നീട്ടിവെച്ചതും ഇപ്പൊ അടൂർ പ്രകാശനത്തിനായിട്ടുള്ള നീക്കവും വളരെ ക്ലിയർ ആയിട്ട് സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ പിന്നിൽ ആഭ്യന്തര വകുപ്പിലെ കരുത്തന്മാരായിട്ടുള്ള ആളുകൾ ഈ അന്വേഷണ ഏജൻസിയെ സമ്മർദ്ദത്തിന് വിധേയമാക്കുന്നുണ്ട്. കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ കോടതിക്ക് ഇടപെടുമായിരിക്കും. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ് എന്ന കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ഭീതിക്ക് വളരെ അടിത്തറയുണ്ട്. കാരണം ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ NP ചെക്കുട്ടി ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.
ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. കേസിൽ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ആ ഒരു ചോദ്യം ചെയ്യലെന്നാണ് മനസ്സിലാക്കുന്നതും. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ദില്ലി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയും കേസിൽ അതീവ നിർണായകം തന്നെയാണ്. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്നീ 3 പ്രതികളെയാണ് ഇപ്പോൾ SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നതും. കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടിയാണത്. ഇപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ മുന്നോട്ട് പോവുകയാണ്. 3 പേരെയും ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് SIT സംഘം മുന്നോട്ട് പോകുന്നത്. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ച ചിത്രത്തെ ചൊല്ലി വിവാദം കൊഴുക്കുന്നു. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമാക്കി ചിത്രീകരിച്ചുവെന്നാരോപിച്ചാണ് വിവാദം. ക്രൈസ്തവ സംഘടനകൾക്ക് പുറമെ കോൺഗ്രസും BJPയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അന്ത്യത്താഴം എന്ന പ്രശസ്ത ചിത്രത്തിനോട് സാമ്യമുള്ള രീതിയിലാണ് ബിനാലയിലെ ചിത്രം. ടോം വട്ടക്കുഴയുടെ ചിത്രമാണ് വിവാദമായത്. 2016 ഭാഷാപോഷിണി മാസികയിൽ പ്രസിദ്ധീകരിച്ച വിവാദമായ ചിത്രമാണ് ബിനാലയിൽ പ്രദർശിപ്പിച്ചതെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും KCBC വിജിലൻസ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട്. ബിനാലെ പോലുള്ള വലിയ വേദികളിൽ ഇത്തരത്തിൽ വികലമായ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പ്രതിഷേധാർഹമെന്നാണ് അവർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ ചിത്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബിനാലെ വേദിയിൽ പ്രതിഷേധിച്ചിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയത്. ചിത്രം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിറോ മലബാർ സഭയും കത്തോലിക്ക കോൺഗ്രസും വിവിധ ക്രൈസ്തവ സംഘടനകളും പ്രസ്താവനകളും ഇറക്കിയിരുന്നു. വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നാണ് ബിനാലെ അധികൃതരുടെ പ്രതികരണം. അതേസമയം പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ വേദിക്ക് മതിയായ സുരക്ഷ നൽകാൻ കഴിയില്ലെന്ന പോലീസ് അറിയിപ്പിനെ തുടർന്ന് നിലവിൽ വേദി അടച്ചിട്ടിരിക്കുകയാണ്. സി മലയാളം ന്യൂസ്, കൊച്ചി. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ന് കളക്ടർ പുനഃപരിശോധിക്കും. കോഴികൾക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ പ്രദേശത്ത് മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശവുമുണ്ട്. ജില്ലയിലെ 7 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി BM ഇർഷാദ് ചേരുന്നുണ്ട്. ഇർഷാദ്, ഇപ്പോൾ ഈ ഒരു പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ന് പുനഃപരിശോധിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പക്ഷിപ്പനിയുടെ സാഹചര്യത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ നിയന്ത്രണങ്ങൾ അല്പം ആശ്വാസമുണ്ട്. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോട്ടൽ ജീവനക്കാർ ആലപ്പുഴ ജില്ലയിലെ ഹർത്താൽ ആചരിച്ചിരുന്നു. കാര്യം പക്ഷിപ്പനിയുടെ സാഹചര്യത്തിൽ ഈ കോഴിയിറച്ചി നിരോധനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ ന്യൂ ഇയറുമായുള്ള വിഷയങ്ങൾ കാരണം അവര് ഈ കളക്ടറുമായുള്ള ചർച്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ എല്ലാ വിഷയങ്ങളും, അതായത് കള്ളിങ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം, അതായത് 7 പഞ്ചായത്തുകളിലാണ് ഈ കഴിഞ്ഞ ദിവസം കള്ളിങ് അതുപോലെ പക്ഷിപ്പനിയും സ്ഥിരീകരിച്ചത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ കോഴിയുടെ വിപണനവും കച്ചവടവും നിർത്തിയിരുന്നു. കാര്യം ഇത് സാഹചര്യത്തിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കളക്ടറുമായി ചർച്ചയ്ക്ക് തീരുമാനിച്ചത്. കാര്യം ഇതിനു മുമ്പ് തന്നെ ഈ മന്ത്രിയുമായും ഈ കോഴി കർഷകർ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ വരും ദിവസങ്ങളിൽ അതിനുള്ള തീരുമാനമുണ്ടാകാം. കാര്യം ഈ ദേശാടന പക്ഷികളുടെ വരവോടുകൂടിയാണ് ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടനാട്ടിലുള്ള കർഷകർ ആകെ തന്നെ ദുരിതത്തിലാകുന്ന ഒരു അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവർ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുകയും അത് താറാവുഞ്ഞുങ്ങളെ വളർത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ സമയങ്ങളിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നതോടുകൂടി തന്നെ ഈ കർഷകർ എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ കഴിഞ്ഞ 2 വർഷം മാത്രമാണ് ഈ പക്ഷിപ്പനിയുടെ ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ന്യൂ ഇയറും അതായത് ക്രിസ്തുമസുമാകുന്ന ഈ സാഹചര്യത്തിൽ ഈ പക്ഷിപ്പനി വരുന്നതോടുകൂടി ജില്ലയിൽ ആകെ പരിഭ്രാന്തി പകരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. BM ഇർഷാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ന് കളക്ടർ പുനഃപരിശോധിക്കുകയാണ്. കോഴികൾക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. എങ്കിലും ഈ പ്രദേശത്ത് മുൻകരുതലുകൾ എടുക്കാനുള്ള നിർദ്ദേശം അത് നൽകുന്നുണ്ട്. ജില്ലയിൽ 7 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.